നോർത്ത് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 5 തമിഴ് ചിത്രങ്ങൾ ഏതെല്ലാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. 5-ാം സ്ഥാനത്ത് 2010-ൽ രജനി ശങ്കർ കോംബോയിൽ ഇറങ്ങിയ എന്തിരനാണുള്ളത്. എന്തിരൻ 2010-ൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും 35 കോടിയോളം സ്വന്തമാക്കിയിരുന്നു. 4-ാം സ്ഥാനത്തുള്ളത് 2016-ൽ വമ്പൻ ഹൈപ്പിലെത്തിയ കബാലിയാണ്. കബാലി നോർത്ത് ഇന്ത്യയിൽ നിന്നും 40 കോടിയോളം അന്ന് സ്വന്തമാക്കിയിരുന്നു. ചിത്രം ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്വന്തമാക്കാമായിരുന്നു. 3-ാം സ്ഥാനത്തുള്ളത് വിജയ് ലോകേഷ് കനകരാജ് കോംബോയിലെത്തിയ ലിയോയാണ്. ലിയോ 41 കോടി രൂപയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയത്. 2-ാം സ്ഥാനത്തുള്ള ചിത്രവും ഒരു ലോകേഷ് കനകരാജ് ചിത്രം തന്നെയാണ്. 2-ാം സ്ഥാനത്ത് രജനീകാന്ത് ലോകേഷ് കനകരാജ് കോംബോയിലെത്തിയ കൂലിയാണ്. കൂലി നോർത്ത് ഇന്ത്യയിൽ നിന്നും 48 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ചിത്രത്തിൽ അമീർ ഖാൻ ഒരു ക്യാമിയോ റോളിൽ വന്നെങ്കിലും ചിത്രത്തിന് അത് ഉപകാരപ്പെട്ടില്ല. 1-ാം സ്ഥാനത്ത് വീണ്ടും ഒരു രജനീകാന്ത് ചിത്രം തന്നെയാണ്. 2010-ൽ ഇറങ്ങിയ എന്തിരന്റെ 2-ാം ഭാഗമായ 2 ആണ് 1-ാം സ്ഥാനത്ത്. 2 നോർത്ത് ഇന്ത്യയിൽ നിന്നും 250 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരുന്നു. ചിത്രത്തിൽ അക്ഷയ് കുമാർ ആയിരുന്നു വില്ലനായി എത്തിയിരുന്നത്. കർണാടക, തെലുങ്ക് അതുപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യൻ രജനിക്ക്. ഇവിടെയും പേരിന് പോലും രജനിക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ മറ്റൊരു തമിഴ് താരമില്ല. നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 5 തമിഴ് ചിത്രം എടുത്താൽ അതിൽ 4-ലെ നായകൻ രജനിയും ഒരു ചിത്രം വിജയുടെ ലിയോയുമാണ്.